ഈ വി എസിൻ്റെ ഈ യാത്ര പോലും കേരളത്തിൻ്റെ ഈ വരുന്ന മാറ്റത്തിൻ്റെയും വി എസ് അടക്കമുള്ള ഒരു വലിയ നേതൃനിര കേരളത്തെ മാറ്റി തീർക്കാൻ വേണ്ടി, കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റാൻ വേണ്ടി, പാവപ്പെട്ടവരും സാധാരണക്കാരുമായ മനുഷ്യരുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ വേണ്ടി ജാതി വ്യവസ്ഥയും ജാതി വിവേചനവും നടമാടിയിരുന്ന ഒരു കാലത്തിൽ നിന്നും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ വിവേചനങ്ങൾക്കൊക്കെ അപ്പുറം മനുഷ്യൻ എന്ന നിലയിൽ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും കരുത്തുള്ള മണ്ണായി കേരളത്തെ മാറ്റുന്ന വലിയ പോരാട്ടത്തിൽ അതിന് നെടുനായകത്വം വഹിച്ച നേതാക്കന്മാരുടെ പട്ടികയിൽ നിൽക്കുന്ന വി എസ് ആണ്. ആ വി എസ് വിടവാങ്ങുമ്പോൾ ഒരു നൂറ്റാണ്ടിൻ്റെ സമരജീവിതമാണ് വിടവാങ്ങുന്നത് എന്നതുകൂടിയുണ്ട്. ഒരു നൂറ്റാണ്ടിൻ്റെ സമരജീവിതമാണ് വിടവാങ്ങിയത്. ആ വിടവാങ്ങൽ യഥാർത്ഥത്തിൽ വി എസിൻ്റെ മരണത്തിനപ്പുറം വി എസിന് മരണമില്ല. വി എസിൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾ, വി എസിൻ്റെ ഇടപെടലുകൾ, അതിലൂടെ വി എസിനെ അങ്ങനെ അറിഞ്ഞിട്ടില്ലാത്ത ചെറുപ്പക്കാർ, പുതിയ തലമുറയിലെ പുതിയ കൗമാരക്കാരും ചെറുപ്പക്കാരും അടക്കമുള്ളവരൊക്കെ ഇങ്ങനെ നോക്കൂ. ഈ ക്യാമറ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാം, ഈ വിലാപയാത്രയ്ക്കൊപ്പം കിലോമീറ്ററുകളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്, കാൽനടയായി സഞ്ചരിക്കുന്നവരുണ്ട്, ഈ യാത്രയ്ക്കൊപ്പം പിടിക്കാൻ ഓടുന്നവരുണ്ട്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിലാപയാത്രയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള മലയാളിയോട് കൈരളി ന്യൂസ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. പറയാനേറെയുണ്ട്, പറഞ്ഞാൽ തീരാത്തത്രയും വിപ്ലവ സ്മരണകൾ ഉയരുന്ന ധീര പോരാട്ടങ്ങളുടെ നാമമാണ് വി എസ് അച്യുതാനന്ദൻ എന്നുള്ളത്. CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് എന്നതുകൂടിയുണ്ട്. 1964 CPIM രൂപീകൃതമാകുന്നതിനിടയായ CPIയുടെ പിളർപ്പ്, CPIയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേരിൽ അവശേഷിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ വി എസ് അച്യുതാനന്ദൻ എല്ലാ കാലവും ആദരവോടെ എപ്പോഴും നമ്മളൊക്കെ പരാമർശിച്ചിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിത്വം കൂടിയാണ് ഇല്ലാതാകുന്നത്, ഓർമ്മയാകുന്നത്. പക്ഷേ അദ്ദേഹം ഓർമ്മയാകുമ്പോൾ ആ ഓർമ്മ കേവലം ആ നിലയിൽ അങ്ങനെ ഒഴിവാക്കി കളയാവുന്നതല്ല എന്നും, അദ്ദേഹത്തോടൊപ്പം തന്നെ ആ വിടവാങ്ങൽ എന്നത് ചരിത്രപരമാണ്. അത് രാഷ്ട്രീയമായി തന്നെ ആ വിടവാങ്ങൽ അദ്ദേഹത്തിന് നൽകേണ്ടതാണ്, അത് സമുചിതമായി നൽകേണ്ടതാണ് എന്നുള്ളതാണ് കേരളം തിരിച്ചറിയുന്നത്. അങ്ങനെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുമ്പോൾ മുതൽ കാണുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ, മലയാളികൾ മാത്രമല്ല, മലയാളികളല്ലാത്തവരുമൊക്കെ വി എസ് അച്യുതാനന്ദനെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്ന് നമ്മുടെ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് എത്രയോ തവണ നമ്മൾ കേട്ടു. പിന്നീട് ദർബാർ ഹാളിൽ കിലോമീറ്റർ കണക്കിന് നീളുന്ന ക്യൂവിലൂടെയാണ് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വളരെ കൃത്യമായ സജ്ജീകരണങ്ങളോടെ എല്ലാവർക്കും വലിയ തള്ളും ബഹളവും ഒന്നുമില്ലാതെ കാണുന്നതിനൊക്കെയുള്ള ശരിയായ സജ്ജീകരണങ്ങൾ. അതൊരു സംസ്ഥാനം ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം കൂടിയായിരുന്നു. നമ്മൾ കണ്ടതാണ് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കൃത്യമായി, നേരത്തെ ആളുകളോടെല്ലാം അറിയിച്ചിരുന്നത് പോലെ തന്നെ ആ സമയത്തിനുള്ളിൽ വന്നവർക്കൊക്കെ കാണുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തള്ളും ബഹളവും ഒന്നുമില്ലാതെ ചിട്ടയോടെ ക്യൂവിൽ നിന്ന് വി എസിനെ കണ്ടുമടങ്ങാൻ പോകുന്ന മനുഷ്യരൊക്കെ എല്ലാവരും മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഈ ഇഴയെടുപ്പം, എന്തുകൊണ്ടാണ് വി എസിനെ കാണാൻ വരുന്നത്, എന്താണ് തങ്ങളുടെ പ്രിയ നേതാവിനെക്കുറിച്ച് പറയാനുള്ളത് എന്നതൊക്കെ വ്യത്യസ്തമായ അനുഭവ തലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാവരും, സ്ത്രീകളും കുഞ്ഞുങ്ങളും കുട്ടികളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അതിനുശേഷമാണ് 2 മണിക്ക് യാത്ര ആരംഭിച്ചത്. ഈ യാത്ര ആരംഭിച്ച് ഈ നേരമാകുമ്പോഴും കഴക്കൂട്ടം കടന്നിട്ടില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. കഴക്കൂട്ടം കടന്നിട്ടില്ല, ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അജിംഷാദ്. കേരളമിതാ അനുധാവനം ചെയ്യുന്നു. ജീവിച്ച കാലം അത്രയും പോരാട്ട ഭൂമികളിലൂടെ കേരളത്തെ നയിച്ച മഹാവ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്, അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾക്ക് ഒക്കെയായി ഇതാ ഞങ്ങളുടെ ഹൃദയപുഷ്പം ഇരിക്കട്ടെ എന്ന് ഈ നാട് പറയുകയാണ്. കേവലം ആ ദേശീയപാതയുടെ ഓരങ്ങളിലുള്ളവർ മാത്രമല്ല, കേരളം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയ്ക്കൊപ്പം അനുധാവനം ചെയ്യുന്നത്. വി എസ് അച്യുതാനന്ദൻ എന്ന മഹത്വം, വി എസ് അച്യുതാനന്ദൻ എന്ന സമരസഖാവ്, വി എസ് അച്യുതാനന്ദൻ എന്ന പോരാട്ട ഭൂമികയുടെ പുത്രൻ. അങ്ങ് വടക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതരെ അടക്കം പാർശ്വവൽകൃതരായ ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളിൽ എവിടെയൊക്കെയോ തിരസ്കൃതമായ മനുഷ്യർ, ആ മനുഷ്യർക്ക് വേണ്ടി, അതിജീവതകൾക്ക് വേണ്ടി, സ്ത്രീ പീഡനങ്ങൾപ്പെട്ട് ഉലരുന്ന മനുഷ്യർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഒക്കെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തി, എപ്പോഴും പോരാട്ട ഭൂമികളിലായിരുന്ന വ്യക്തി, ഇങ്ങനെ
ചേതനയില്ലാത്ത ഈ അവസ്ഥയിലല്ലാതെ വി എസ് അച്യുതാനന്ദനെ നമുക്കൊരിക്കലും കാണാനായിട്ടില്ല. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും വിശ്രമമില്ലാതെ നിരന്തരം നിതാന്തം സമരഭൂമികളിൽ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് സമര പോരാട്ടങ്ങൾ നയിച്ച മഹാവ്യക്തിത്വം. അങ്ങനെയുള്ള സമരസഖാവ്, ആ സഖാവിന് ഞങ്ങളുടെ ഹൃദയപുഷ്പം നൽകുകയാണ്, തങ്ങളുടെ ഹൃദയപുഷ്പം നൽകുകയാണ് എന്ന് ജനത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കഴക്കൂട്ടത്തേക്ക് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള കഴക്കൂട്ടത്തേക്ക്, തുടക്ക സ്ഥലത്ത് നിന്ന് ദർബാർ ഹാളിൽ നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ മാത്രം ഇപ്പുറമുള്ള കഴക്കൂട്ടത്തേക്ക് എത്തിയത്. ഇനിയും എനിക്കൊരുപാട് കാതം നടന്നു തീർക്കുവാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. എനിക്കിനിയും ഒരുപാട് കാതം നടന്നു തീർക്കാനുണ്ട് വിശ്രമത്തിന് മുമ്പ്, അത് അന്ത്യവിശ്രമത്തിന് മുമ്പ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരുന്ന, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പ്രവൃത്തി കൊണ്ട്, അങ്ങനെ പോരാട്ടം കൊണ്ട് ഈ കേരളത്തിൻ്റെ ഭൂമിയെ അടയാളപ്പെടുത്തിയ മഹാനായ വിപ്ലവത്തിൻ്റെ പുത്ര, വയലാറിൻ്റെയും പുന്നപ്പറയുടെയും വീരഗാഥയെ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഓടുകയാണ്, നിങ്ങൾക്ക് വിലാപ യാത്രയ്ക്കൊപ്പം ഞങ്ങളും സഞ്ചരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ അന്ത്യവിശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരുപാട് കാലം നടന്നു തീർക്കാനുണ്ട് നിങ്ങൾക്കായി എന്ന് പറഞ്ഞ വി എസ്. ഇപ്പോൾ വിലാപയാത്ര വെട്ട് റോഡിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുജൂട്ടി ബാബു കൂടി ചേരുകയാണ്. ആ വെട്ടുകാടിലേക്ക് എത്തുന്നു. മംഗലപുരമാണ് അടുത്തത്. അതിനു മുമ്പ് വെട്ടുകാടിലേക്ക് എത്തുന്നു.